ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. കഴിഞ്ഞ ശ്ലോകം, അതായത് ആ 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, മനസ്സിനെ ജയിച്ച് ശാന്തമായിട്ട് മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിനെ പൂർണ്ണമായി അടക്കം ചെയ്ത് ശാന്തമായിട്ട് ഇരിക്കുന്നവന് ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും അതുപോലെ തന്നെ മാന അപമാനങ്ങളിലും അന്തരാത്മാവിനെ സമഭാവത്തോടുകൂടി സമത്വത്തോടുകൂടി നിലനിർത്തുവാൻ സാധിക്കുന്നു. മനസ്സിനെ അടക്കിയവന് മാത്രമേ ഇത്തരത്തിലുള്ള ദ്വന്ദ്വങ്ങൾ വരുന്ന സമയത്ത്, ജീവിതത്തിൽ നിരന്തരം ദ്വന്ദ്വങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സുഖവും ദുഃഖവും അഭിമാനവും അപമാനവും ശീതവും ഉഷ്ണവും ഇത്യാദിയുള്ള ദ്വന്ദ്വങ്ങൾ മനുഷ്യജീവിതത്തിൽ എപ്പോഴും ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ വരുന്ന സമയത്ത് ആത്മാവിനെ ശാന്തമായിട്ട് നിശ്ചഞ്ചലതയോടുകൂടി, എങ്ങനെയാണോ കാറ്റടിക്കാത്ത അല്ലെങ്കിൽ കാറ്റിൻ്റെ ശല്യമില്ലാത്ത ഒരിടത്ത് ദീപനാളം കത്തിച്ചു വയ്ക്കുമ്പോൾ ആ ദീപനാളം എങ്ങനെയാണോ എപ്രകാരമാണോ ശാന്തമായി അചഞ്ചലമായി നിലകൊള്ളുന്നത്, അതേപോലെ ആ ആത്മാവിനെ ശാന്തമായിട്ട്, ഉള്ളത്തെ ശാന്തമായിട്ട് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വ്യക്തി മനസ്സിനെ അടക്കി നിയന്ത്രിച്ച് പ്രശാന്തമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരണം എന്നാണ് 7ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. ഇവിടെ 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചന. അപ്പം യോഗി ആ സുഖദുഃഖങ്ങളിലും മാനാപമാനങ്ങളിലും ശീത ഉഷ്ണങ്ങളിലുമൊക്കെ ഉള്ളത്തെ തെളിമയോടുകൂടി നിശ്ചഞ്ചലമായി, സമുദ്രത്തിൻ്റെ അന്തർഭാഗം എങ്ങനെയാണോ ശാന്തമായി നിലനിൽക്കുന്നത് അതേപോലെ നിലനിൽക്കുവാൻ കഴിയുന്ന ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജ്ഞാനം വിജ്ഞാനം, ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ. ജ്ഞാനം വിജ്ഞാനം, ജ്ഞാനമെന്ന് പറയുന്നത് പരമമായിട്ടുള്ള ഉള്ളിൽ നിന്ന് ഉണരേണ്ടതായിട്ടുള്ള അറിവ്, അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഉള്ളിൽ നിന്ന് ഉണരേണ്ടതായിട്ടുള്ള അറിവിനെയാണ്, ആധ്യാത്മികമായിട്ടുള്ള അറിവ്, അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം എന്ന് പറഞ്ഞ് ഭൗതികമായിട്ടുള്ള നമ്മൾ സ്വാധ്യായത്തിലൂടെ പലവിധ സംസർഗങ്ങളിലൂടെ ഒക്കെ നേടിയെടുക്കേണ്ടതായിട്ടുള്ള, അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അറിവ്, അതിനെ ഉള്ളിൽ കൊണ്ടുവന്ന് പരിപ്രശ്നം നടത്തി നിധിധ്യാസനം ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്നതാണ് ജ്ഞാനം. വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റണം എന്നാണ്. അപ്പോൾ ജ്ഞാനം വിജ്ഞാനം ഇത്യാദി അറിവുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇത്യാദി അറിവുകളിലൂടെ, ജ്ഞാനസംബന്ധിയായിട്ടും വിജ്ഞാനസംബന്ധിയായിട്ടുമുള്ള അറിവുകളിലൂടെ തൃപ്താത്മാ, തൃപ്തനും സംതൃപ്തനും, സന്തോഷം. നിയമങ്ങളിൽ വരുന്നതാണ് ശൗചം, സന്തോഷം, സ്വാധ്യായം ഇത്യാദിയുള്ള കാര്യങ്ങൾ. അതിൽ സന്തോഷം,
സന്തോഷം എന്ന് പറഞ്ഞാൽ സംതൃപ്തിയിൽ നിന്നുണരുന്നത്. ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ടാവണമെങ്കിൽ അയാൾക്ക് സംതൃപ്തി ഉണ്ടാവണം. ഉള്ളതിൽ ഒക്കെ മഹത്വത്തെ ദർശിക്കുവാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴേ സംതൃപ്തി ഉണ്ടാവും. പോരാ കിട്ടിയതൊന്നും പോരാ ഇനി ഇല്ലാത്തതിൻ്റെ പുറകെ നിന്ന് ഓടുക. അങ്ങനെയുള്ള ഒരാളിന് സംതൃപ്തി ഉണ്ടാവില്ല. സംതൃപ്തി ഉണ്ടാകാത്തത് കൊണ്ട് സന്തോഷം ഉണ്ടാകില്ല. അപ്പോൾ സന്തോഷം ഉണ്ടാവണമെങ്കിൽ സംതൃപ്തി ഉണ്ടാവണം. അപ്പോൾ സംതൃപ്തൻ എങ്ങനെ ആവുന്നത്? ജ്ഞാനവിജ്ഞാനങ്ങളിലൂടെയാണ്. ജ്ഞാനവിജ്ഞാനങ്ങളിലൂടെ സംതൃപ്തി നേടണം. ആധ്യാത്മികവും ഭൗതികമായിട്ടുള്ള അറിവുകളിലൂടെ ഒരു വ്യക്തിക്ക് സംതൃപ്തി നേടണം. അങ്ങനെ സംതൃപ്തി അറിവുകളിലൂടെ സംതൃപ്തനായിട്ട് കൂടസ്ഥ, ഇളക്കമില്ലാത്തവനായിട്ട്, ചാഞ്ചല്യമില്ലാത്തവനായിട്ട്, നിശ്ചഞ്ചലത്വത്തോടുകൂടി, അങ്ങനെ ഇളക്കമില്ലാത്തവനായിട്ട്, വിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളിലെല്ലാം വിജയം നേടിയവൻ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി മുതലായ പഞ്ച ഇന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സ്, ഇതിനെല്ലാം ആത്മാവ് കൊണ്ട് ആത്മാവിനെ ജയിക്കുന്നവന് ആത്മാവ് മിത്രമായി ഭവിക്കുന്നു. ആത്മാവ് കൊണ്ട് ആത്മാവിനെ ജയിക്കാത്തവന് ആത്മാവ് ശത്രുവായി ഭവിക്കുന്നു. അത് ആത്മാവ് കൊണ്ട് ആത്മാവിനെ ജയിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്യണം. അങ്ങനെ ഇന്ദ്രിയ വിജയം നേടണം. അങ്ങനെ ഇന്ദ്രിയ വിജയം നേടിയവനും സമലോഷ്ടാശ്മകാഞ്ചന, മൺകട്ടയെയും സ്വർണത്തെയും തുല്യമായി കാണുന്നവനുമായിട്ടുള്ള. ഇവിടെയൊക്കെ വലിയ സന്ദേഹം നമുക്കുണ്ടാവും. നമ്മളൊക്കെ അങ്ങനെയാണോ? മൺകട്ടയെയും കല്ലിനെയും ഒന്നുപോലെയാണോ കാണുന്നത് എന്നുള്ളതാണ്. ആത്യന്തികമായി ഇതെല്ലാം വ്യത്യസ്തമാണ്. അതിനെല്ലാം വാല്യൂ വ്യത്യസ്തമാണ്, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ ആത്യന്തികമായിട്ട് ഇതൊന്നും ഒന്നുമല്ല. എന്തൊക്കെ നേടിയാലും നേടേണ്ടത് നേടിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ആനന്ദവും ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പം നേടേണ്ടത് എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല. നേടേണ്ടത് നേടാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർണവും കരിക്കട്ടയും മൺകട്ടയും ഒക്കെ തുല്യം തന്നെയാണ്. അതാണ് പണത്തെ കാണുമ്പോൾ, സ്വർണത്തെ കാണുമ്പോൾ, സ്വർണ്ണ നാണയങ്ങൾ മുളവെട്ടുന്ന സമയത്ത് മുളയിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ തെറിച്ച് വീണ സമയത്ത് ഒരു മഹാത്മാവ് പറഞ്ഞല്ലോ, ആളക്കൊല്ലിയാണ് അത് കിടക്കുന്നത്, ആളക്കൊല്ലിയാണ്. പിന്നെ അത് ആളക്കൊല്ലിയായി മാറുന്നത് കൃത്യമായിട്ട് കൂടെയുള്ളവർ കണ്ടു. അപ്പോൾ ശരിയായ വിധത്തിൽ യഥാർത്ഥമായ അറിവിനെ നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പാഴ്വസ്തുക്കളാണ്, ഇതെല്ലാം തുല്യമാണ്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ്റെ സന്തത സഹചാരിയായ ഹൃദയനോട് ഒരു മഹാത്മാവ് പറഞ്ഞത്, ഈ കാനയിലൂടെ അല്ലെങ്കിൽ ഓടയിലൂടെ ഒഴുകുന്ന കറുത്ത ദുർഗന്ധപൂരിതമായിട്ടുള്ള ജലവും ഗംഗാനദിയിലെ പവിത്രമായ തീർത്ഥവും എന്നാണോ ഒന്നെന്ന് നിൻ്റെ മനസ്സിൽ തോന്നുന്നത് അന്ന് നിനക്ക് മുക്തി ലഭിക്കും. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും ഒന്നാണോ, ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ, ഗംഗാജലം ഉപയോഗിക്കുമ്പോൾ ഈ ഓടയിലൂടെ ഉള്ള ജലത്തെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ, ഇതൊക്കെ മണ്ടത്തരമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതെല്ലാം ഒരു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അത് താത്വികമായ രീതിയിൽ അങ്ങനെ പറയുന്ന സമയത്ത്
പരമമായ അറിവിനെ നേടുവാൻ, മോക്ഷതലത്തിലേക്ക് ഉയരുവാൻ, മുക്തിയുടെ തലത്തിലേക്ക് ഉയരുവാൻ, ഒരു വ്യക്തിക്ക് ഈശ്വരനായി തീരുവാൻ വഴിയൊരുക്കുന്ന തത്വങ്ങളാണിതെല്ലാം. അവരെ സംബന്ധിച്ചിടത്തോളം മൺകട്ടയും സ്വർണവും ഇതെല്ലാം പാഴ്വസ്തുക്കളാണ്. ഇതെല്ലാം തുല്യമാണ്. മഹത്തുക്കളുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് സ്വർണം കൊണ്ടു കൊടുത്താലൊന്നും അവർ സ്വീകരിക്കില്ല. അവർക്കിതൊക്കെ പാഴ്വസ്തുക്കളാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ ഇന്നുമുണ്ട്, എപ്പോഴും ലോകത്തുണ്ട്, നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കല്ലിനെയും സ്വർണത്തെയും തുല്യമായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ആണ് യോഗാരൂഢൻ അല്ലെങ്കിൽ യോഗി അല്ലെങ്കിൽ യുക്തൻ എന്ന് പറയപ്പെടുന്നത്. ആരാണ് യോഗി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അറിവ്, ജ്ഞാനവിജ്ഞാനാദികളെ കൈക്കൊണ്ടുകൊണ്ട് ആ അറിവുകളിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് സംതൃപ്തി ഉണ്ടാകുകയും ഇളക്കമില്ലാത്തവനായി തീരുകയും ഇന്ദ്രിയ വിജയം നേടിയവനുമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണവും കരിക്കട്ടയും ഒക്കെ തുല്യമാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് യോഗി അല്ലെങ്കിൽ യുക്തൻ എന്ന് പറയുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമസ്തേ.